എന്താ വിചാരണ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇരുന്നപ്പോ സ്വപ്നലോകം കാണാമെന്നും കൂടി ഓർമ്മയണല്ലോ. ഓക്കെ, ഐ ഹാവ് ഓൺലി 3 questions. ഓക്കെ, ഇവിടെ വന്ന് ഈ ടിസാക്കിന്റെ ഈ വേദിയിൽ വന്ന് ജീവിതത്തിൽ നിന്ന് മറക്കാൻ പറ്റത്തില്ല. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഓക്കെ, എനിക്ക് 3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതിന് ആൻസർ തന്നാൽ ഐ പ്രോമിസ് ഐ വിൽ ഗിവ് യു എ ഗിഫ്റ്റ്. ഓക്കെ, അത് ചെറിയ ഗിഫ്റ്റ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ കുറെ വേദനിക്കുന്ന കോടീശ്വരന്മാരിൽപ്പെട്ടു. അവരുടെയൊക്കെ കൈ പറയട്ടെ, ഗിഫ്റ്റ് വേണ്ട. പിന്നെ അയ്യോ പിന്നെ എന്തോ വേണ്ട, ചോദ്യമില്ലാതിരുന്നാ പോരെ. ഓ ഞാൻ എന്തായാലും റിവ്യൂട് ചോദിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടിസാക്കിന്റെ ഫുൾ ഫോം എന്താണെന്ന് മനസ്സിലായി? അറിയില്ല. ഒരു കുട്ടേട്ടനെ വിളിക്കാം. ടെക്സാസ് ഇന്റർനാഷണൽ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്. ഇതൊക്കെ ഡയസേന്റെ മാത്രം തെറ്റാണ്. എന്നോട് പറഞ്ഞു റിനി 5 മിനിറ്റ് ആ വടംവലിക്ക് ഒന്ന് കിക്ക് ഓഫ് ചെയ്യണം എന്തോ ഒന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു സ്റ്റാർട്ട് ചെയ്യണം, വടംവലി ഒന്ന് വലിച്ചു കൊടുക്കുക, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ ഫുൾ ഫോം പഠിപ്പിച്ചിട്ടൊന്നും അല്ല എന്നെ ഇങ്ങോട്ട് വിട്ടത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രസിഡന്റ് ഓഫ് അമേരിക്ക പോയി. നാളം കെടുത്തരുതെന്നെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ടിസാക്കിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് മേയർ പറഞ്ഞത്? 31. അത് 31 ആളാണ് ഇവിടുത്തെ സ്റ്റാഫോർഡ് സിറ്റി മേയർ. പിന്നെ അല്ല, മാറിപ്പോയോ? സ്റ്റാഫോർഡ് സിറ്റി മേയർ മാറിപ്പോയി. പിന്നെ മിസൂരി സിറ്റി മേയർ. എനിക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലൊക്കെ മേയർ ഇലക്ഷൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ആ മേയർ തന്നെയാണോ ഇത്? അറിയോ? അതിലൊക്കെ അമേരിക്കയിലെ സ്ഥലത്തും നമ്മുടെ ആൾക്കാർ മേയർ ആയെങ്കിൽ അതൊരു വലിയ സംഭവം. നമ്മുടെ മലയാളികൾ ചില്ലറക്കാരല്ലേ അല്ലേ? പിന്നെ ചാക്കോച്ചെന്ന് കേട്ടപ്പോ ഞാനൊന്ന് പ്രതീക്ഷിച്ചു പോയി. പക്ഷെ ഇത്രയും നല്ല ആൻസർ തന്ന റിമിക്ക് എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ, റിമിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം. താങ്ക് യു സോ മച്ച്. ഇതിലൊരൊറ്റ ക്വസ്റ്റ്യൻ ഒഴികെ, അമേരിക്കൻ പ്രസിഡന്റ് ഒഴികെ ബാക്കി എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടത്. അല്ല, എനിക്ക് അറിയായിരുന്നു, പക്ഷെ പെട്ടെന്നേ എന്ന് വിചാരിച്ചില്ല. കുഴപ്പമില്ല. പക്ഷെ റിമിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരൊറ്റ വാക്ക് ഞാൻ പറയുവാണ്. ചിത്ര ചേച്ചിയുടെ പാട്ട് കേൾക്കുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ലയിച്ചിരിക്കും. പക്ഷെ റിമിയുടെ പാട്ട് കേട്ട റിമി ഞങ്ങളെ കസേര ഇരുത്തത്തില്ല. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ 3 മണിക്കൂർ ലേറ്റ് ആയെങ്കിൽ റിമി അത് കയ്യിലെടുത്തു. വളരെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ലാസ്റ്റ്. താങ്ക് യു സോ മച്ച്. ലേറ്റ് ആയെന്ന് പറയുമ്പോൾ ഞാൻ വരാത്തോണ്ട് ലേറ്റ് ആയതല്ല കേട്ടോ. അതും കൂടെ പറയണം. കാരണം പെട്ടെന്ന് ഇത് കാണുന്ന ഒരാളെ 3 മണിക്കൂർ എന്റെ കാരണം കൊണ്ട് ലേറ്റ് ആയ പോലെ തോന്നി. അവിടെ പരിപാടി നടക്കാൻ തന്നെ ചാൻസ് വളരെ കുറവായിരുന്നു. രാവിലെ കൊണ്ട് സൗണ്ട് സിസ്റ്റം പ്രശ്നമൊക്കെ ആയിട്ട് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് കാണാൻ പറ്റുമോ? മേയറിനെ കാണാൻ പറ്റില്ല, ഞാൻ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ എന്തോ ഭാഗ്യം കൊണ്ട് നടത്തി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഡയസൈഡ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. കാരണം ഡയസൈഡിന്റെ നാട് കൂടിയാണ് ഹ്യൂസ്റ്റൺ. ഡയസൈഡിന് ആദ്യമായിട്ട് നടത്തുന്ന പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പൊ പാട്ടുത്സവം എന്നൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു മാസം എല്ലാവരും ചോദിക്കായിരുന്നു എത്ര ദിവസമുണ്ട്. അപ്പൊ എല്ലാവരോടും വേണ്ടി ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞേക്കാം, 30-ാം തീയതി വരെയുണ്ട്. 30-ാം തീയതി ഹ്യൂസ്റ്റൺ അല്ല, പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട്. അച്ചാഴ്ചയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അങ്ങനെ അപ്പൊ എന്തൊക്കെയോ ഇവിടെ സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ കണ്ടു. ഇതിന് പുതിയ മെമ്പേഴ്സ് വന്നു. അങ്ങനെ ഓക്കെ. അപ്പോൾ വളരെ സന്തോഷം. ഈ ഒരു ഹ്യൂസ്റ്റണിൽ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ എനിക്ക് വരാൻ കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യവും പാലക്കാർ വന്നു. അടുത്ത പ്രാവശ്യം ആരും ഇല്ലെന്ന് എനിക്ക് ജോസ് കെ മണിയൊക്കെ വിളിക്കാമല്ലോ. പാലായിൽ ഒത്തിരി പേരില്ലേ? പിന്നെ വേറെ ആരെ പാലായിൽ ഇഷ്ടംപോലെ വിളിക്കാം. എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. മിയ ഉണ്ട്. അതെ, എത്ര പേരുണ്ട്? അപ്പൊ ഇനി എന്താ? ഇനി ക്വസ്റ്റ്യൻസ്? ഇനി ഓഡിയൻസിന് ഒരു ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? വേണ്ട, അതിനുള്ള ശേഷിയില്ല. ഓക്കെ, താങ്ക് യു.